ഒരുപാട് ആൾക്കാർ ഡൗട്ടാണ് ഈ ട്രാക്ടേഴ്സ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി എഫ്സെറ്റിന്റെ വീലുകളൊക്കെ ഈ 180 നമുക്ക് സൈസ് കയറ്റുമ്പോൾ എയർ കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടും അത് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അത് നമുക്ക് ആദ്യം തന്നെ ഇപ്പൊ ഒരു ടയറിന് ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എല്ലാ ഷോപ്പിലും ഇതുപോലത്തെ ഒരു മെഷീൻ ഉണ്ടാവും. ഇത് നമ്മളെ കമ്പൾസൺ ആണ്, എയർ അടിക്കുന്ന നോർമലി മെഷീനാണ്. അതുപോലെ തന്നെ ടയർ ചേഞ്ചർ, ടയർ നമുക്ക് അയക്കാൻ പറ്റുന്ന ഈ ഒരു ടയർ ചേഞ്ചർ ഉണ്ടാവും. ഇത് കൂടാതെ ട്രാക്ടേഴ്സ് ഫിറ്റ് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ബസൂക്ക എന്ന് പറഞ്ഞ ഈ ഒരു മെഷീൻ. ഇത് നമുക്ക് ഇത് ചെറിയതാണ്, അതായത് ഇതിന്റെ കുറച്ചുകൂടി പ്രഷർ കൂടിയ ടൈപ്പാണ് ഇത് വരുന്നത്. അതായത് നമുക്ക് ബ്രിഡ്ജ് സ്റ്റോണിനൊക്കെ കുറച്ചൊരു ഹാർഡ് വേരിയന്റിലെ ടയർസ് ആണ്, അതിന് നമുക്ക് കുറച്ച് അധികം എയർ പ്രഷർ വേണ്ടി വരും. അപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പിന്നെ നമുക്ക് ഇതിലിപ്പോ വേറൊരു സംഭവമുള്ള ഈ അതായത് സൈഡ് നമുക്ക് ബെൻഡ്, ഇതുപോലത്തെ ബെൻഡ് നമുക്ക് എല്ലാ ടയർസിനും കാണാൻ പറ്റും. ട്രാക്ടേഴ്സിന് കോമൺ ആയിട്ട് എല്ലാം ഇതിൽ ബെൻഡ് നമുക്ക് വരുന്നതാണ്, കാരണം ലോഡ് നമുക്ക് കയറ് കെട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ബെൻഡ് വരും. അങ്ങനെ വരുന്ന ബെൻഡ് കൊണ്ട് നിങ്ങൾക്ക് ലീക്ക് ഉണ്ടാവുന്ന ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡൗട്ട് ഒക്കെ ഇപ്പൊ തീർക്കാൻ നമുക്ക് ഇതിപ്പോ എഫ്സെറ്റിന് നമുക്ക് നോർമലി ഒരു വീലാണ്, എഫ്സെറ്റിന്റെ ചെറിയ വീലാണ്. ഇത് നമുക്ക് 180 സൈസ്. ഈ സൈസ് നമുക്ക് ഇതിമ ഇടുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നോർമൽ നമുക്ക് സാധാ ടയർസ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ടയർ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോ 150 സൈസിൽ റോഡ് 6 ടയർ ഇപ്പൊ നമ്മളെ എഫ്സെറ്റിന്റെ വീലാണ് കയറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കയറ്റുമ്പോൾ നോർമലി ഇങ്ങനെ ഒരു ഇതായിക്കാനും വരും, ചെറിയൊരു എന്താ പറയുക ബെൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പൊ ഇത് നമ്മൾ നോർമൽ എയർ അടിക്കുന്ന ഇതാണ്. ഇതിൽ നമ്മൾ എയർ അടിക്കുമ്പോൾ അതായത് എല്ലാ ഏരിയകളിൽ നിന്നും ടയർ ലീക്കേജ് വരും. നോർമലി എല്ലാ ഏരിയയിലും ടയർ ലീക്കേജ് വരുമ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോർമലി ആ രണ്ട് കാറ്റഗറിയിലെ ബസൂക്ക, അതായത് ചെറിയതും വലുതുമായിട്ടുള്ള മെഷീനുകൾ. ഇത് എങ്ങനെ ലോഡാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിവിടെ കണക്ട് ചെയ്തിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മീറ്ററിൽ അറിയാൻ പറ്റും അതിന്റെ കണക്ക്. നമുക്ക് ചെറുതിന്റെ ഇതേപോലെ തന്നെ അവസ്ഥ, അതായത് ചെറുതിന്റെ ഇത് വരെ ഇത് ഇവിടെയാണ്. അപ്പൊ സേഫ്റ്റിക്ക് ഇതുപോലത്തെ ഗ്ലാസ് പിന്നെ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ അടിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തൂടെയാണോ എയർ പോകുന്നത്, അതായത് എല്ലാ എഡ്ജിലൂടെയും എയർ പോകും. അപ്പോൾ കൂടുതൽ എവിടെയാണോ എയർ പോകുന്നത് ആ ഭാഗത്ത് ഈ ബസൂക്ക വെച്ചതിന് ശേഷം കറക്റ്റ് ടൈമിൽ തന്നെ ബസൂക്ക അടിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ അടിക്കുന്ന ടൈമില് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് എയർ ഇതിൽ കയറും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ എഡ്ജും നമുക്ക് നോർമലി എയർ ഫില്ല് ആകുന്നത് കാണാം. ഇതിപ്പോ എഫ്സെറ്റിന്റെ വീലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ റോഡ് 6 സെലക്ട് ചെയ്തെന്ന് വെച്ചാല് നമുക്ക് കുറച്ചുകൂടെ ഒരു റിസ്ക് ആണ് നമുക്ക് ഈ മിച്ചൻ കാറ്റഗറിയിലൊക്കെ നമുക്ക് ടയർ കയറാൻ. അപ്പൊ പല ആളുകളും V4 അതുപോലെ തന്നെ ഡൊമിനോറിന് വീലുകൾക്ക് 180 അതുപോലെ തന്നെ മിച്ചലിൻ കാറ്റഗറിയിൽ കയറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എഫ്സെറ്റിന്റെ വീലുമ്പോൾ വരും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ ഫിറ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു കാറ്റഗറി, അതായത് നമുക്ക് ഈ വീലും ഓടുമ്പോൾ വേറൊരു ഇഷ്യൂ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സംഭവം നമുക്ക് വരലുണ്ട്. നമ്മൾ ഈ സാധാ എയർ പമ്പ് വെച്ച് അടിക്കുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഇഷ്യൂ വരും. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ നോർമലി ഈ ഒരു ഗ്യാപ്പിൽ, ഈ ഒരു മടക്കുള്ള ഗ്യാപ്പിൽ നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഓക്കെ സ്റ്റാർട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കയറുന്നത് കാണാം. അപ്പൊ ഇത്ര ബെൻഡാണെങ്കിലും ഇതൊരു ശരിക്ക് പ്രോബ്ലം അല്ല, നോർമലി ട്രാക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഈ മെഷീൻ വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാ ഏരിയകളിലും കറക്റ്റ് ടയർ കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നമുക്ക് ഈ ട്രാക്കിനെ കുറിച്ച് ഇതിനെ കുറിച്ചൊക്കെ അറിയുന്ന സ്ഥലത്ത് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ നോക്കുക.